വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ട്രിപ്പ് ചെയ്തായിരുന്നു ഗവിയിലേക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് KSRTCയുടെ ഒരു ഷോർട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ പോയത്. അപ്പം ഇടയ്ക്ക് വണ്ടി നിർത്തി അവരിങ്ങനെ ഓരോരോ സ്ഥലങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൂടെ വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ മേലാത്ത ആൾക്കാരാണ്. എല്ലാവരും വന്ന് പരിചയപ്പെട്ടവരാണ്. അപ്പം പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് കാടിൻ്റെ ഒത്തിരി ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒത്തിരി ഷോപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ നേരത്തെ എന്തുമാത്രം പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നോ അത്രയും നല്ലത്. പക്ഷെ ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം അതൊരു 1 ഡേ ട്രിപ്പാണല്ലോ. അപ്പം ആവശ്യത്തിനുള്ള വെള്ളമോ ഫുഡ് ഐറ്റംസോ അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലും കയ്യിലെടുത്ത് കഴിഞ്ഞാൽ മതി. പോകുന്ന വഴിക്ക് തന്നെ ഒരു ട്രീ ഹൗസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എവിടെ നോക്കിയാലും ഫുൾ ഗ്രീനറി, പ്ലാന്റ്സ്, അങ്ങനെ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങോട്ട് നോക്കിയാലും. അതുപോലെ തന്നെ വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത പോലെ തോന്നി. അപ്പം ഇത് ജസ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് എടുത്ത വ്യൂ ആണ്. പിന്നെ ഇപ്പം ഇത് നമ്മൾ ഫ്രണ്ടിൽ ഉള്ള വ്യൂ ആണ് കാണുന്നത്. വേറെ ഇതുപോലെ ടൂറിസ്റ്റ് ജീപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ വണ്ടിയൊക്കെയാണ് പാർക്ക് ചെയ്തേക്കുന്ന സൈഡിൽ. താമസക്കാരെന്ന് പറയാനായിട്ട് അവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ താമസമുള്ളൂ. അപ്പം സൈഡിൽ ഇങ്ങനെ കടകളും ഒന്നും ഒത്തിരി ഇല്ല. ഇതൊരു ഇച്ചിരി കടകളൊക്കെ ഉള്ളൊരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ബട്ടർഫ്ലൈസിനെ കണ്ടു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്തതേ ഉള്ളൂ. നമ്മൾ പോയതും ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. അപ്പം നല്ല ലൈവ്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ പോയപ്പോൾ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും വലിയ കാട് തന്നെയാണ്. നല്ല മരങ്ങൾ, അതായത് കുറേ വർഷം പഴക്കമുള്ള മരങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പം അവിടെ വന്യജീവികളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ സൈഡിൽ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ പല ടൈപ്പിലുള്ള ജീവികളെയൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പം ഇനി മുന്നോട്ട് പോകുന്തോറുമാണ് അതൊക്കെ വരുന്നത്. അപ്പം ഞാൻ അതൊക്കെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇടുന്നത്. വേറെ കണ്ടിട്ടുള്ള വേറെ കാഴ്ചകളും ഒക്കെ ചേർത്തിട്ട് ഞാനത് നെക്സ്റ്റ് വീഡിയോയിലിടാം. പിന്നെ ഇത് സീതത്തോട് ഡാമിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. പോകുന്ന വഴിക്ക് ഒരു ഡാമുണ്ട്. അപ്പം കക്കി ഡാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലത്താണ് അവിടെ നിർത്തിയേക്കുന്നത്. ചെറുതായിട്ട് സ്ലോ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുമായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 പെൻസ്റ്റോക്ക് വാൽവ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ശബരിമലയിലേക്കൊക്കെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ ചെറിയതായിട്ടത് കാണാൻ പറ്റും. വളരെ ചെറിയതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ട് ഇവിടെ. അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തതാണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു 180 ഡിഗ്രി വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ സബ്സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതൊക്കെ നമുക്കൊരു പുതിയൊരു അനുഭവം തന്നെയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും അതുപോലെ KSEBയുടെ മൂഴിയാർ 220 kV സബ്സ്റ്റേഷൻ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റീഫ്രഷ്മെൻറ്റ്സിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നെല്ലാം സെറ്റാക്കിയിട്ടാണ് പിന്നെ പോയത്. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുന്തോറും നല്ല മൗണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3 പെൻസ്റ്റോക്ക് വാൽവ് താഴെ നിന്ന് കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ മേളിലെത്തി, കുറച്ച് മേളിലെത്തി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ മേളിലേക്ക് പോകുന്തോറും നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ പാരലായിട്ട് വരുന്ന ആ മല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്.
ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ കേരളത്തിൽ പൊതുവേ നല്ലൊരു ചൂടുള്ളൊരു ക്ലൈമറ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് മഴയൊക്കെ ഒന്ന് തുടങ്ങി വന്നത്. അപ്പം നമ്മളിത് നോക്കുവാണെങ്കിൽ നല്ല തണുപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴൊക്കെ നല്ല വളരെ തണുത്ത ഒരു വായുവാണ് നമുക്ക് അവിടെ ജസ്റ്റ് ശരിക്കും അത് ഫീൽ ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഇത്രയും ഒത്തിരി വണ്ടികളും പൊല്യൂഷനും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇത് വേറൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ ഒരു നല്ലൊരു ലേക്ക് പോലെ വരുന്നത്. ഈ ബസ്സിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പ്ലാനിങ് ഒന്നും ചെയ്യണ്ട. എല്ലാം ഓൾറെഡി പ്ലാൻഡ് ആണ്. നമ്മൾ എൻജോയ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.